എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കര കാണിനാടിനടുത്തായി, കാണിനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ കാടിനാട് എന്ന സ്ഥലത്ത് വരുന്നത്. മാത്രമല്ല പുത്തൻകുരിശിന് വളരെ അടുത്തായാണ് ഈ കാടിനാട് എന്ന സ്ഥലം വരുന്നത്. കാടിനാട് പോണ വഴി, അതായത് പള്ളിക്കരയിൽ നിന്നും കാടിനാടിന് പോകുന്ന വഴിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷനാണ്. ധാരാളം വീടുകളെല്ലാമുള്ള ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് വരുന്നത് 4 സെൻറ്റ് 324 ലിങ്സിലാണ് കേട്ടോ. 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി ഏരിയയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ മാത്രം ദൂരമാണ്. ജസ്റ്റ് വാക്കിൻ ഡിസ്റ്റൻസ് മാത്രം ദൂരത്തിലാണ് വീട് വരുന്നത്. കൂടാതെ പുത്തൻകുരിശ് ജംഗ്ഷനിലേക്കാണ് വെറും 3 കിലോമീറ്റർ ദൂരവും 7 കിലോമീറ്റർ ദൂരം സമരറ്റം ഹോസ്പിറ്റലിലേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. വാഴക്കാലയിലേക്ക് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ ദൂരവും തൃപ്പൂണിത്തുറയിലേക്ക് 10 കിലോമീറ്റർ ദൂരവും ആണ് ഈ വീട്ടിൽ നിന്ന് വരുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകിയിട്ടുണ്ട്. ബാക്ക് വശത്ത് നമുക്ക് കാണാം, ചെറിയ രീതിയിൽ അടുക്കള തോട്ടമെല്ലാം നിർമ്മിക്കാനുള്ള ഒരു സ്പേസ് നൽകിയാണ് ഈ വീടിൻ്റെ ബാക്ക് വശം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ എലിവേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തേക്ക് പോയാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം നൽകി കടുപ്പാക്കല്ലുകളെല്ലാം വിരിച്ച് മനോഹരമാക്കിയൊരു മുറ്റമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാർ പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. കിഴക്ക് ദർശനത്തിലാണ് വീടിൻ്റെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി കിണർ വെള്ളമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല KW കണക്ഷൻ നമുക്കൊരു ഓപ്ഷനാണ്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറിച്ചെന്ന് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നമുക്ക് കാണാം, അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയൊരു TV വയ്ക്കാനുള്ള ഏരിയ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയൊരു വീതി കൂടിയ ഫ്രഞ്ച് വിൻഡോ എല്ലാം ഈ വാളിൽ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഡൈനിങ്ങിലേക്ക് എൻട്രി. ഡൈനിങ്ങിലേക്ക് കയറിയാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കോർണറിലായി ഒതുങ്ങിയ രീതിയിൽ തന്നെ നമുക്കൊരു വാഷ് ബേസിൻ അവൈലബിൾ ആണ്, കോമൺ വാഷ് ഏരിയ. മാത്രമല്ല ഒരു കോർട്ട്യാർഡെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കോർട്ട്യാർഡാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിൽ ടഫൻ ഗ്ലാസ് എല്ലാം നൽകിയാണ് ഈ ഒരു സ്പേസ്, ഗ്ലാസ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചണാണ്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയ ഒരു കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു വുഡൻ പാറ്റേണിലാണ് ടൈലുകൾ, ഈ ഫ്ലോർ ടൈലുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നൽകിയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് കാണാം, മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വലിപ്പമുള്ളൊരു ബാത്റൂമാണ്. സെറയുടെ സാനിറ്ററി ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഫ്ലോർ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറാണ് കാണേണ്ടത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് ടൈലിനായി GS സ്ക്വയർ ട്യൂബും മാത്രമല്ല വുഡും നൽകിയിട്ടുണ്ട്. നേരെ കയറിച്ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ശാലമേറിയൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം ആണെങ്കിലും വലിപ്പമുള്ളൊരു ബാത്റൂമാണ്. സെറയുടെ സാനിറ്ററി ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. വളരെയധികം ഭംഗിയിലുള്ള ടൈലുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് പാറ്റേൺ ഉള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണത്. ഡോറെല്ലാം ഫൈബർ മെറ്റീരിയൽസിലാണോ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ സിമ്പിളായി തന്നെ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക പ്ലംബിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്.
നമുക്ക് ഇവിടെ നിന്നും ഒരു എൻട്രി വരുന്നത് ഈ ഒരു സ്പേസിലെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്, ഓപ്പൺ യൂട്ടിലിറ്റി ഏരിയ ആണ്. പിന്നീട് വേണമെങ്കിൽ ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് എടുക്കാവുന്നതാണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസിലെ ഈ ഒരു സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇതിന് പുറമെ ഒരു ബാൽക്കണി കൂടി, ഫ്രണ്ട് വശത്തേക്ക് ഒരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ വില ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഈ വീടിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാൻ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെയും ലോൺ സൗകര്യം നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീഡിയോ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.